കർണാടകയിലെ ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. ശക്തമായ കാറ്റിനെ തുടർന്ന് രാത്രിയിൽ ഡ്രോൺ സ്റ്റേഷൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. രക്ഷാദൗത്യം 11ാം ദിവസമായ നാളെയും തുടരും. അരുൺ പാറയ്ക്കലാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ഷിരൂരിൽ നിന്ന് ചേരുന്നത്. അരുൺ, ഇന്നത്തെ ദിവസം ഇപ്പോൾ അവസാനിക്കുമ്പോൾ നമുക്ക് വീണ്ടും നിരാശയാണ് ഫലം. ഇന്ന് കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്ത് വന്നിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്? ഒപ്പം തന്നെ നാളെ ഏത് തരത്തിലായിരിക്കും ഇനി ഈ തിരച്ചിൽ നടത്തുക? പ്രജിൻ, ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ തെരച്ചിലായിരുന്നു. പക്ഷേ ഇന്നും 10ാം ദിനവും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ തന്നെ നടന്നു. പക്ഷേ കൃത്യമായ ഒരു വിവരം അർജുൻ എവിടെയാണുള്ളത്, കേബിനുള്ളിലാണോ അതോ അർജുൻ പുറത്താണോ എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരം ഇന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. 3 ഭാഗങ്ങളായി ഈ ട്രക്ക് കിടക്കുന്നു, 3 ഭാഗങ്ങളിൽ കിടക്കുന്നു എന്നും ഇന്ന് കണ്ടെത്തി. ഈ ട്രക്ക് അർജുൻ്റേതാണെന്നും ഈ ട്രക്കും അതുപോലെ തന്നെ അതിലെ തടികളുമൊക്കെ കണ്ടെത്തി എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ അർജുൻ എവിടെ എന്ന ചോദ്യം ഈ 10ാം ദിനവും ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ഈ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് പ്രജിൻ. ഇന്നിപ്പോൾ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളൊക്കെ നടത്തി. 3 തവണയാണ് ഈ പരിശോധന നടത്തിയത്. രാത്രിയോടുകൂടി വീണ്ടും പരിശോധന നടത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ, ശക്തമായ മഴ, ശക്തമായ കാറ്റ്, ഒപ്പം നല്ല രീതിയിലുള്ള അടിയൊഴുക്ക്, ഇതൊക്കെ ഈ തെരച്ചിലിന് ദൗത്യത്തിന് അത് ഒരു വിലങ്ങുതടിയാവുന്നു, പ്രതിരോധം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്നത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും പരിശോധന നാളെയും തുടരുമെന്ന് അറിയിച്ചിരിക്കുന്നു. റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹം ഇവിടെ തുടരുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം നാളെ ഡൽഹിയിലേക്ക് തിരിച്ചു പോകുമെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 ഉദ്യോഗസ്ഥരും അവർ ഇവിടെ തന്നെ തങ്ങി, ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പരിശോധന വിലയിരുത്തും. വിശദമായ പഠനം ഇതിനെക്കുറിച്ച് നടത്തും. എന്തായാലും അർജുൻ എവിടെയുണ്ട് എന്നതിനെക്കുറിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ പരിശോധനകളിലേക്കാണ് ഇനി കടക്കുന്നത്. നാളെ ഡ്രോൺ ഉൾപ്പെടെയുള്ള പരിശോധനകൾ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ മുങ്ങൽ വിദഗ്ധരുടെ സേവനം അത് അനിവാര്യമാണ്. പക്ഷേ ജലത്തിൻ്റെ ഒരു കുത്തൊഴുക്ക്, നല്ല രീതിയിലുള്ള ഒരു ഒഴുക്ക് ഈ ഗംഗാവാലി പുഴയിലുണ്ട്. അതുകൊണ്ട് അതിനടിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഈ ഉദ്യോഗസ്ഥരുൾപ്പെടെ പറയുന്നത്, ദൗത്യസംഘത്തിലെ വിദഗ്ധന്മാർ ഉൾപ്പെടെ പറയുന്നത്, ഈ സമയത്ത് ഈ കുത്തൊഴുക്കിൽ നദിക്കടിയിലേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണെന്നാണ്. അതുകൊണ്ട് ഈ ഒഴുക്ക് എങ്ങനെയെങ്കിലും തടയാൻ, അല്ലെങ്കിൽ കുത്തൊഴുക്ക് തടസ്സപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നതൊക്കെ ജില്ലാ ഭരണകൂടവും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നിപ്പോൾ രാത്രിയോടുകൂടി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പരിശോധന താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. അർജുൻ എവിടെ എന്ന ചോദ്യം ഈ 10ാം ദിനവും ബാക്കി നിൽക്കുകയാണ്. പ്രജിൻ, പ്രവിത. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ നടത്തിയ ഈ തെരച്ചിലിന്റെ സമയത്തൊക്കെ ഏറ്റവും ഒടുവിൽ ഈ മാധ്യമങ്ങളെ അധികൃതർ കണ്ടപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 50 മീറ്റർ മാറിയിട്ടാണ് ഇപ്പോൾ ഈ സ്പോട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ സ്പോട്ടിൽ തന്നെയാണ് വാഹനം ഉള്ളതെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നതിൽ ഒരു കൺക്ലൂഷൻ ആയിട്ടുമില്ല. അപ്പോൾ ഈ 50 മീറ്റർ ഇങ്ങനെ നീങ്ങി വരാൻ കാരണം എന്താണ്? ഇത്രയും വലിയ വാഹനം, തടി കയറ്റിയ വാഹനം, ഇതൊക്കെ ഇത്രമാത്രം ദൂരത്തേക്ക് നീങ്ങി വരുമോ എന്ന സ്വാഭാവികമായ ചോദ്യം ഉണ്ടായിരുന്നു. അതിന് എന്ത് മറുപടിയാണെന്ന് അധികൃതർ നൽകിയത്? ഒപ്പം ഇന്ന് രാത്രി നടത്താനിരുന്ന ഈ ഡ്രോൺ പരിശോധന അത് നാളെ അതുപോലെ തുടരും എന്നാണോ? പ്രജിൻ, നാളെ വീണ്ടും ഈ പരിശോധന തുടരും, ഡ്രോൺ പരിശോധന തുടരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിരാവിലെ തന്നെ ഈ പരിശോധന തുടരാനാണ് ഈ ദൗത്യസംഘത്തിന്റെ തീരുമാനം. പക്ഷേ ഇപ്പോഴും പ്രജിൻ, മഴ തുടരുകയാണ്. ഈ ശിരൂർ മേഖലയിലൊക്കെ ശക്തമായ മഴ, അതിശക്തമായ കാറ്റ് ഇപ്പോഴും തുടരുകയാണ്. അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പ്രധാനമായ പ്രശ്നമാണ്. ഈ കാറ്റിന്, ഈ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം. തെരച്ചിൽ നാളെയും തുടരും. ഒപ്പം ഈ അർജുൻ്റെ ലോറി 50 മീറ്റർ അകലെ എന്നാണ് കാണിക്കുന്നത്. ആ സ്പോട്ട് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അർജുൻ്റെ ലോറിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ക്യാബിൻ എവിടെ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. 3 പാർട്ടായിട്ടാണ് ഈ ലോറി ഈ നദിക്കതിയിൽ കിടക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിരുന്നു. ക്യാബിൻ ഏത് ഭാഗത്താണെന്ന്
കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വിശദമായ ഒരു പരിശോധന, ഒരു ഡ്രോൺ പരിശോധന നടത്തേണ്ടതുണ്ട്, ചിത്രങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ ഇതിനൊക്കെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. അല്ലെങ്കിൽ ഏകദേശം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാവേണ്ടതാണ്. പക്ഷേ നല്ല മഴയും നല്ല കാറ്റും ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥർക്ക് നിൽക്കാൻ പോലും കഴിയാത്തത്ര രീതിയിലുള്ള അതിഭയാനകമായ അതിഭീകരമായ ഒരു കാറ്റാണ് ഈ പ്രദേശത്തെ വീശിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ ശിരൂർ കുന്ന് വീണ്ടും താഴേക്ക് പതിക്കാനുള്ള അല്ലെങ്കിൽ മണ്ണിടിയാനുള്ള ഒരു സാധ്യതകളൊക്കെയുണ്ട്. മലമുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ തെരച്ചിൽ തുടരുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഇന്ന് രാത്രിയോടെ ഉണ്ടായ തെരച്ചിലിൽ, രാത്രിയോടെ തുടങ്ങിയ തെരച്ചിലിൽ കൂടുതൽ വ്യക്തതകൾ വന്നിരിക്കുന്നു. അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയുടെ പാത്രങ്ങളും മറ്റുള്ള അവശിഷ്ടങ്ങളും അവിടെ നിന്ന് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. 8 പേർ ആ ചായക്കടയിൽ ഈ സമയം ഭക്ഷണം കഴിച്ചിരുന്നു എന്നാണ് ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ആ 8 പേരിൽ അർജുനുണ്ടോ എന്ന ഒരു സംശയവും ഈ വിദഗ്ധ സംഘം, ഈ ദൗത്യ സംഘം അത്തരത്തിലുള്ളൊരു സംശയവും പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 8 പേരും ആ മണ്ണിനടിയിൽ പോയോ എന്ന കാര്യം പരിശോധിക്കുകയാണ്. എന്തായാലും അത്തരത്തിൽ മണ്ണ് നീക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന, ഒരു മരം, അവിടെ ഒരു വലിയ മരമുണ്ടായിരുന്നു, ആ മരത്തിൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ഈ ചായക്കടയിലെ അവശിഷ്ടങ്ങളും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചായക്കടയിൽ ആൾതാമസം, അതായത് ആ ചായക്കടയിലെ കുടുംബത്തിലെ 5 പേർ ആ കടയിൽ തന്നെ അന്ന് രാത്രി കഴിഞ്ഞിരുന്നു എന്നാണ് പുറത്തു വന്ന വിവരം. അങ്ങനെയെങ്കിൽ അവരൊക്കെ എവിടെ എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള മണ്ണ് നീക്കിയുള്ള പരിശോധന ഈ രാത്രിയിലും തുടരുന്നുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥയൊക്കെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇനി എങ്ങനെ നാളെ മുന്നോട്ട് പോകും, ഡ്രോൺ ഉൾപ്പെടെയുള്ള പരിശോധന വീണ്ടും ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. പ്രവിത. ഒപ്പം തന്നെ ഈ കാലാവസ്ഥയാണല്ലോ ഏറ്റവും പ്രശ്നമായി ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഓറഞ്ച് അലേർട്ട് ആയിരുന്നു. നാളത്തെ കാലാവസ്ഥ എന്താണെന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് എന്താണ് അധികൃതർ പറയുന്നത്? ഒപ്പം തന്നെ ഈ കാലാവസ്ഥ പ്രതികൂലമായാൽ വീണ്ടും ഈ തിരച്ചിൽ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? പ്രവിത, ഈ നദിക്കടിയിൽ നിന്ന് ഈ ട്രക്കിനെ പുറത്തെത്തിക്കണം. ഈ ട്രക്കിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി, അത് അർജുൻ്റേതെന്നും കണ്ടെത്തി. പക്ഷേ 3 പാർട്ടുകളായാണ്, 3 ഭാഗങ്ങളായാണ് ഈ നദിക്കടിയിൽ ഈ ട്രക്ക് കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതും 5 മീറ്റർ ആഴത്തിൽ മണ്ണിനടിയിൽ പുതഞ്ഞ നിലയിൽ, അതായത് മണ്ണിനടിയിൽ താഴ്ന്നിറങ്ങിയ നിലയിലാണ് ഈ വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതെന്ന് പറയുന്നു. ഒപ്പം അർജുൻ്റെ വാഹനത്തിലെ തടി ആ വാഹനത്തിൽ നിന്ന് വേർവിട്ടുപോയി. ആ വാഹനത്തിൽ തടി 6 കിലോമീറ്റർ അപ്പുറത്ത് 4 കഷ്ണങ്ങൾ കണ്ടെത്തിയെന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നു. ഈ മണ്ണിനടിയിൽ നിന്ന് ഈ വാഹനത്തെ കയറ്റുക, അതിൻ്റെ ക്യാബിൻ കണ്ടുപിടിച്ച് ആ ക്യാബിനിൽ ഈ അർജുനുണ്ടോ എന്ന കാര്യം പരിശോധിക്കുക, ഇതൊക്കെ ദുഷ്കരമായ കാര്യമാണ്. ഈ കാലാവസ്ഥയെ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഒപ്പം ശക്തമായ അടിയൊഴുക്ക്, അക്കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഈ വനമേഖലയിൽ നല്ല മഴയുണ്ട്. ഈ ഗംഗാവാലി പുഴയുടെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടിയൊഴുക്ക് രൂക്ഷമാവുകയാണ്. ഈ അടിയൊഴുക്ക് സമയത്ത് ഈ മുങ്ങൽ വിദഗ്ധരുടെ ഒരു തെരച്ചിൽ അതത്ര പ്രായോഗികമല്ല, അതത്ര എളുപ്പമല്ല. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി നാളേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ എന്തായാലും ശക്തമായ മഴ പെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ ആ മഴയൊക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും തെരച്ചിൽ എന്നത് പ്രധാനമായ ഒരു ഘടകമാണ്. ഒരുപക്ഷെ പകൽ സമയം അല്ലെങ്കിൽ രാവിലെ സമയങ്ങളിൽ ഈ മഴ മാറി നിൽക്കുകയാണെങ്കിൽ തെരച്ചിൽ കുറച്ചുകൂടി സുഗമമായി നടക്കും. വെളിച്ചക്കുറവ്, ആ പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ ഈ തെരച്ചിലൊക്കെ കുറച്ചുകൂടി സുഗമമായി നടക്കും. പക്ഷേ മഴ ശക്തമായാൽ ഈ തെരച്ചിൽ വീണ്ടും നീണ്ടുപോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ശരി, അരുൺ പാറയ്ക്കലാണ് ശിരൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ അടിയൊഴുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് 15 നോട്ട്സ് ആയിരുന്നു ആ പുഴയിലെ അടിയൊഴുക്ക്. അതിന്ന് കുറഞ്ഞു വന്ന് 6 നോട്ട്സ്, 6 നോട്ട്സ് വരെ എത്തി എന്നാണ് അധികൃതർ പറഞ്ഞത്. പക്ഷേ ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഈ ആഴങ്ങളിലേക്ക് പോയി അവിടെ വർക്ക് ചെയ്യാൻ ഏതാണ്ട് 2 നോട്ട്സ് അല്ലെങ്കിൽ 3, മാക്സിമം 3, ഏറ്റവും എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ഈ നേവിയുടെയൊക്കെ ഡൈവേഴ്സിന് ഒരു 3 നോട്ട്സ് വരെ വേഗത്തിലുള്ള അടിയൊഴുക്കുണ്ടെങ്കിൽ പോലും അവിടെ എത്തി താഴേക്ക് ഇറങ്ങിച്ചെന്ന് വെള്ളത്തിനടിയിലേക്ക് പോയി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കും. പക്ഷേ ഇതിപ്പോൾ 6 നോട്ട്സ് ആണ്, 6 നോട്ട്സ് പ്ലസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശക്തമായ അടിയൊഴുക്കുണ്ട്. അപ്പോൾ മഴ മാറി നിന്നേ പറ്റുള്ളൂ, എങ്കിൽ മാത്രമാണ് ഈ വാഹനത്തിനൊക്കെ അടുത്തെത്താൻ നമുക്ക് കഴിയും. ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ട് വാഹനം പുറത്തെടുക്കാൻ കഴിയുന്നില്ല, അവിടെ വാഹനം ഉണ്ടെന്ന് മനസ്സിലായി, പിന്നെ എന്താണ് അത് എടുക്കാത്തത്? അപ്പോൾ അതിൻ്റെ ഭാരം
മറ്റൊന്ന് ഭാരം വലിയ പ്രശ്നമില്ല, കാരണം അത്രയും വലിയ എക്യുപ്മെന്റ്സ് ഉണ്ട്. പക്ഷേ ഈ അടിയൊഴുക്കാണ്, താഴേക്ക് പോയി. മാത്രമല്ല ഇത് ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ചെളി മാറ്റി വേണം ഇത് പുറത്തെത്തിക്കാൻ. മാത്രമല്ല അതിൽ എത്രത്തോളം ഈ വിസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യവും കൂടി അത് അധികൃതർ പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ ലോറിയുടെ അടുത്തെത്തി അതിൽ ഈ പറയുന്ന സാധനങ്ങൾ ഘടിപ്പിച്ച് അത് പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഇവിടെ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യം അതെ, അതാണ് ആദ്യം ഉറപ്പാക്കേണ്ടത്. ക്യാബിൻ എവിടെയാണെന്ന് കറക്റ്റായി കണ്ടെത്തി അതിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് അറിയണം. അങ്ങനെയെങ്കിൽ അർജുനെ ആദ്യം പുറത്തെടുക്കണം, എന്നിട്ടാകും ആ ലോറി ഉയർത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്.